നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മുണ്ടോൻ കണ്ടത്തിൽ ഇന്ദിരയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ഇന്ദിരയെ ഒറ്റയാൻ ആക്രമിച്ചത്. ഇന്ദിരയുടെ ഒപ്പമുണ്ടായിരുന്ന സൂസൻ തോമസ് ആനയുടെ മുമ്പിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനയാണ് ഇന്ദിരയെ കൊലപ്പെടുത്തിയത്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ മുണ്ടോൻ കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. രാവിലെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ഇവരുടെ കൃഷിയിടത്തിൽ കൂവയുടെ വിളവെടുപ്പ് നടത്തുകയായിരുന്ന രാമകൃഷ്ണന് ചായയുമായി പോകുകയായിരുന്നു ഇന്ദിര. ഇന്ദിരയെ തുമ്പിക്കൈകൊണ്ട് അടിക്കുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്തു. ഗുരുതര പരിക്കേറ്റ ഇന്ദിരയെ നാട്ടുകാർ കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. കൊടുക്കുന്നു ആറാട്ടിയിലല്ല, നാട്ടുകാർ ഇക്കരയ്ക്ക് കൊടുക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് പുഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരവേലി ഭാഗത്തേക്ക് വരും. കാഞ്ഞിരവേലി ഭാഗത്ത് കയറി ഈ ചേച്ചി അവിടെ പൂവ് ഉറച്ചുകൊണ്ടിരിക്കുകയാണ് പറമ്പിൽ. അന്നേരമാണ് ആന വന്ന് തട്ടിയിട്ട് പോയത്. തലക്കെട്ടിടിക്കാന്നാ തോന്നണേ. തലയിലൊക്കെ പൊട്ടിയിട്ട്. അയൽവാസിയായ സൂസൻ തോമസും ഇന്ദിരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തലനാരിഴ വ്യത്യാസത്തിനാണ് സൂസൻ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സംഭവത്തെക്കുറിച്ചുള്ള സൂസന്റെ പ്രതികരണം: അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആന ഈ റോട്ടിൽ കൂടെ വന്നു. ആന റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നത് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെയല്ലേ. എന്നിട്ട് എൻ്റെ മകൻ അലറി എന്നെ വിളിച്ചു. ആന വന്നാണ്ടുണ്ട്. എന്നിട്ട് അലറി വിളിക്കണ കണ്ടോണ്ട് ഞാൻ അവിടെ നിന്ന് ഇവൻ എന്നെ അലറി വിളിക്കണേ എന്നോർത്ത് ഇന്ദിരാമ്മ പറഞ്ഞു. എനിക്ക് ചെവി വെക്കൂല. ഇന്ദിരാമ്മ പറഞ്ഞു, എന്തേ ചേച്ചീനെ ആ ചെറുക്കൻ അലറി വിളിക്കണു, ചേച്ചി അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഇങ്ങ് വന്നപ്പോൾ ആന ഇതിലെ ഓടി അങ്ങോട്ട് വന്നു. അപ്പം എൻ്റെ പേർക്ക് പറഞ്ഞു, ഇന്ദിരാമ്മയെ ആന വന്നു, ഓടിപ്പോരെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ശബ്ദം കണ്ടപ്പോൾ ആന ഇങ്ങോട്ട് ചാടിയിട്ട് ആന എൻ്റെ പുറകെ എത്തി തോട് വരെ വന്നു. തോട് വരെ വന്നിട്ട് ഞാൻ ഇക്കരെ കയറി. ഇന്ദിരാമ്മ ആന ചവിട്ടിയിട്ടാണ് എൻ്റെ പുറകെ ആന ഓടിയെത്തത്. എന്നിട്ട് തിരിഞ്ഞ് വന്ന് ആന കൊലവിളിയും വിളിച്ചായിരുന്നു. അമ്മയുടെ കുത്തണയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് സംഭവം നടക്കണേ. പറമ്പിലാണ് 9 മണി സമയം. നട്ടപ്പോയാല് നേരെ പോയപ്പോഴാണെങ്കിലും നല്ല വെളുപ്പിനാണെങ്കിലും വേണ്ടില്ല. ഞങ്ങൾ ഇനി എങ്ങനെ ഈ കാട്ടിൽ ജീവിക്കും? ഇതിവരെ ഞങ്ങളെ കൊല്ലുക നല്ലത്. അല്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പെരിയാറിന് മറുകരയിൽ ചെമ്പൻകുഴി ഭാഗത്താണ് രാത്രിയിൽ ആന ഉണ്ടായിരുന്നത്. അവിടത്തെ നാട്ടുകാർ ഓടിച്ചപ്പോഴാണ് ആന വീണ്ടും കാഞ്ഞിരവേലിയിലെത്തിയത്.